ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഏറ്റവും അധികം പേര് നമ്മളെ കോൺടാക്ട് ചെയ്തേക്കുന്നത്. ആങ്സൈറ്റി ഡിസോർഡർ തന്നെ പല വിധത്തിലുണ്ട്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുമ്പ് എന്താണ് ആങ്സൈറ്റി, എന്താണ് ഫിയർ, രണ്ട് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺമുന്നിൽ കാണുന്ന ഒരു ത്രെട്ടിന്റെ ആ പ്രസന്റിലുള്ള വികാരമാണ്. ഇപ്പൊ നമ്മളൊരു പാമ്പിനെ കണ്ടു, പേടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകത്തില്ലേ, അതിന് പേടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിയർ തന്നെയാണ്. അതായത് ഒരു പാമ്പിനെ നമ്മൾ കാണുന്നില്ല, അവിടെ ഒരു പാമ്പ് വരാൻ സാധ്യതയുണ്ട് എന്ന് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്റ്റഡ് ആയിട്ട് ചിന്തിച്ച് പോകത്തില്ലേ. അവിടെ ഒരു പാമ്പ് ഉണ്ടായിരിക്കാം, പാമ്പ് വരുമോ, പാമ്പ് വന്നാൽ എന്നെ കൊത്തുമോ, കൊത്തിക്കഴിഞ്ഞാൽ ഞാൻ ആശുപത്രി പോകുമോ. അപ്പൊ കണക്റ്റഡ് ആയിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങ് പോകും. ഫിയറിനെ കാട്ടി കൂടുതൽ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ആങ്സൈറ്റി ആണ്. കാരണം ഫിയറിനുള്ള സൊല്യൂഷൻ നമ്മൾ ആ മൊമെന്റിൽ തന്നെ എടുത്തു കഴിഞ്ഞു. ഒരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഓടി ഒളിക്കും, അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതല്ല ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പ്രിക്വേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മൈൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും, നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, ഉറക്കക്കുറവുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആങ്സൈറ്റി ഡിസോർഡർ പല ടൈപ്പ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഈ ആൾക്കാർക്ക് ഡെയിലി ലൈഫിലെ മിക്ക കാര്യത്തിലും ആങ്സൈറ്റി ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാകാം, സ്വന്തം ഹെൽത്ത് ആയിരിക്കാം, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാകാം. എല്ലാ കാര്യത്തിലും ഉത്കണ്ഠയോടുകൂടി മാത്രമേ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. പൊതുസ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുക, അഭിപ്രായം പറയുക, ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി കൂടുകയും സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടില്ലേ, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇത് കണ്ടുവരാറുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡർ, സ്പെസിഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, ഒരു കാര്യത്തിൽ മാത്രം ആങ്സൈറ്റി, ബാക്കി എല്ലാ കണ്ടീഷനിലും അവർ ഓക്കെ ആയിരിക്കും. ചില വ്യക്തികൾക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റി ട്രിഗർ ചെയ്യാറുണ്ട്. ചില വ്യക്തികൾക്ക് ഇടിയും മിന്നലും, ഇരുട്ടിന് ഭയമുള്ളവരുണ്ട്. പല കാര്യങ്ങളായിരിക്കാം, അത് ഓരോ വ്യക്തികൾക്കും മാറി മാറി വരും. ഇതിനെല്ലാം പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സെപ്പറേഷൻ ആങ്സൈറ്റി വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആങ്സൈറ്റി ട്രിഗർ ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്രൗഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ സിനിമാ തിയേറ്റർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ഇവർക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഈ ഇഷ്യൂ ഉള്ളവർക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അൺസർട്ടനിറ്റി ആണ് കൂടുതലുള്ളത്. കൺഫ്യൂഷനും ടെൻഷനും ഒരുപാടുള്ളത് കാരണം ചിന്തകളും മനസ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടമായിരിക്കുമോ, ഇഷ്ടം നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് എന്നെ നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒന്നിനും ഉത്തരം ഉണ്ടായിരിക്കത്തില്ല. ഇവർ ഈ ചിന്തകളൊന്നും പാർട്ട്ണറോട് ഷെയർ ചെയ്യണമെന്നില്ല. അതിന് പകരം വിസിബിൾ ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരും, ഒന്നിലധികം തവണ ഒരു കാരണമില്ലാതായിരിക്കും ചോദിക്കുന്നത്. നീ ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബാക്ക് എൻഡിൽ ഇതേപോലുള്ള ചിന്തകൾ വന്നു പോകുന്നതായിരിക്കാം. ഈ ആൾക്കാർക്ക് ഓവർ തിങ്കിങ്ങും തെറ്റിദ്ധാരണകളും ഒരുപാട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓവർ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യം മതി. ഉദാഹരണമായിട്ടൊന്ന് ഫോൺ ചെയ്തു പാർട്ട്ണറിന് ഫോൺ എടുക്കാനായിട്ട് പറ്റിയില്ല, രണ്ടാമത് ഒന്നും കൂടെ വിളിച്ചു, വീണ്ടും എടുത്തില്ല. ആ സമയത്ത് ആ ചിന്ത അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, എന്തായിരിക്കും ഫോൺ എടുക്കാത്തത്, ആരുടെങ്കിലും സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും, അവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം, എന്നെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെ ചിന്തിച്ച് അങ്ങ് പോകും. ഇതിനൊരു അവസാനം ഉണ്ടായിരിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഈ ചിന്തകൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു കാര്യത്തിലേക്കായിരിക്കും. ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണമെന്നില്ല. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, റൂട്ടീൻ ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓക്കെ ആയിരിക്കും. ഈ ടൈമിങ്ങിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാലും ഈ ഓവർ തിങ്കിങ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് പാർട്ണർ എല്ലാ ദിവസവും 5 മണിക്കാണ് വരുന്നത്, 5 മണി കഴിഞ്ഞിട്ട് അല്പം ഒന്ന് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് അവിടെ സ്റ്റാർട്ട് ആവും. എന്താണ് ലേറ്റ് ആയത്, വേറെ എവിടെയെങ്കിലും പോയായിരിക്കുമോ, പോയതാണെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും പോയത്, അവർ തമ്മിൽ എന്താണ് ബന്ധം, ഈ വിധത്തിൽ അങ്ങ് ചിന്തിച്ച് പോകും. ഇതൊന്നും പാർട്ണറോട് ഷെയർ ചെയ്യണമെന്ന് പോലും ഇല്ല. തിരിച്ചെത്തുമ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും ചെയ്യുന്നത്. ഇത്ര ലേറ്റായ എന്താണ്, ഈ ലോകം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ, ആ വിധത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. വളരെ വലിയ വിധത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് ഈ ടൈപ്പ് ആൾക്കാർ. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ചിന്തകൾക്കൊന്നും എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഇത് പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ ഇത് മനസ്സിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അത് ദേഷ്യമായിട്ട് കൺവേർട്ട് ആകും. ആ ദേഷ്യം കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഈ ആൾക്കാർ വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ പാർട്ട്ണർ എല്ലാ കാര്യത്തിനും കൂടെ വേണം എന്നുള്ള ഒരു പിടിവാശിയുണ്ട്. ഈ പിടിവാശി കാരണം പാർട്ട്ണറുടെ ഫ്രീഡം ഒരുപാട് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തുടക്കത്തിലൊക്കെ റിക്വസ്റ്റ് ആയിട്ടായിരിക്കും എല്ലാ കാര്യവും പറയുന്നതെന്നുണ്ടെങ്കിലും പതുക്കെ അത് ആവശ്യവും അനാവശ്യവും ഒക്കെ ആയി തീരും. അതുകൊണ്ടിട്ട് പാർട്ട്ണറിനെ കൂടുതൽ കൺട്രോൾ ചെയ്യും, മറ്റൊരു കാര്യത്തിനും വിടത്തില്ല. ഇവിടെ ഒരു ശ്വാസം മുട്ടലായിരിക്കും യഥാർത്ഥത്തിൽ പാർട്ട്ണർ അനുഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇവർ ജീവിക്കുന്നത് തന്നെ ഫ്യൂച്ചറിലാണ്. ഇത് ബ്രേക്കപ്പ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരാൾ എന്റെ കൂടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഈ ജീവിതം എന്റെ അവസാനിച്ച് പോകും, ഇവർ
പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എല്ലാം ഫ്യൂച്ചർ ടെൻസിലാണ് ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ പ്രസന്റിലോ പാസ്റ്റിലോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം അപ്പൊ തന്നെ കിട്ടുകയും അതിന്റെ സൊല്യൂഷനിലോട്ട് പോവുകയും ചെയ്യും. വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പൊ തന്നെ പരിഹാരം കണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇവരെ ഫ്യൂച്ചറിൽ നിന്നും പ്രസന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു പ്രോബ്ലത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് അവരെ ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ള ഒരു ഭയമാണ്. ഈ ഒരു ഭയം ഉണ്ടാകാനുള്ള റീസൺ വളരെ കുട്ടിക്കാലത്ത് തന്നെയുള്ള കാരണങ്ങളായിരിക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം സ്റ്റോർ ആയിട്ട് കിടക്കുകയും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് പുറത്തു വരികയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ പേരൻസിൽ നിന്ന് ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് അത്ര വിസിബിൾ ആയിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇമോഷണൽ ആയിട്ട് ഏതെങ്കിലും കാര്യങ്ങളെ അവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റിജക്ഷൻ ഫീൽ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ. പിന്നെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് പേരന്റിനും കുട്ടിക്കും ഇടയ്ക്ക് കുട്ടിക്കാലത്ത് ഡെവലപ്പ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് റിലേഷൻഷിപ്പിനെ ഇതേ വിധത്തിൽ തന്നെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മുൻപ് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുള്ള ട്രോമ ഇതിന് കാരണമാകാറുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിക്ക് മുൻപ് ഒരു ലവ് ഫെയിലിയർ അവല്ലോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ണർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് സംഭവിക്കാം എന്നുള്ള ഒരു ഫീല് സ്ഥിരമായിട്ട് നിലനിൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആങ്സൈറ്റി കൂടി വരാനുള്ള ചാൻസും ഉണ്ട്. ലോ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇതൊക്കെ ഉള്ളവർക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്, ചുറ്റുപാടുമുള്ള എല്ലാവരും ഇവരെക്കാട്ടി ബെറ്റർ ആണെന്നുള്ള ഒരു തോന്നലുണ്ട്. കുട്ടിക്കാലത്തെ സപ്രസ്ഡ് ഇമോഷൻസും ഇതിന് കാരണമാകാറുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് ലേൺഡ് ബിഹേവിയർ, പല പോസ്റ്റുകളിലും ഇല്ലേ സ്ത്രീകൾ തേച്ചിട്ട് പോകുന്നവരാണ്, പെൺകുട്ടികൾ പറ്റിച്ചിട്ട് പോകും, നല്ലൊരു ജോലി കിട്ടുമ്പോൾ കളഞ്ഞിട്ട് പോകും, ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ഇഷ്ടം പോലെ വായിച്ചാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്ന് പറയുന്നത്. ഇതേപോലെ ബോയ്സിനെ കുറിച്ചിട്ടും പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇട്ടിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികളും വായിക്കാറുണ്ട്. വായിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് റിപ്പീറ്റഡ് ആകുമ്പോഴത്തേന് മനസ്സിൽ ഇതൊരു പാഠമായിട്ട് അങ്ങ് പതിയും. ഭാവിയിൽ അവർക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂസ് വരാം. പല സാഹചര്യത്തിലും ഇത് ട്രിഗർ കൂടി വരാം. അതിന് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് അറ്റവും മുറിയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഉറപ്പിക്കും. ഏത് വ്യക്തിക്കാണോ പ്രോബ്ലം ഉള്ളത് അത് അവർ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വില്ലിങ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം അതേപോലെ തന്നെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ കുറെ റീസൺസ് ഒക്കെ പറഞ്ഞല്ലോ. അതിൽ എന്ത് കാരണം കൊണ്ടിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ ചിന്തകൾ ട്രിഗർ ആകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ചിന്തകളെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വളരെ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? നല്ലൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് പറ്റും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലം ഉള്ളവർ തീർച്ചയായിട്ടും മുന്നോട്ട് വന്നത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക.